ശരിക്കും ഈ പോകുന്ന റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കുന്നു അല്ലെങ്കിൽ ഈ ലിവിങ് ടുഗദർ ഈ ഒരു സമ്പ്രദായത്തിൽ നിങ്ങൾ ഹാപ്പി ആയിരുന്നു? ഞാൻ ആ പറയുന്ന വിഷയം മനസ്സിലാക്കിയിട്ട് ഇയാൾ ചോദ്യം ചോദിക്കും. അല്ല, ഞാൻ അതിലെ ആ ഇടയ്ക്ക് വെച്ച് പറയാം, ഒന്ന് ചേർത്ത് വെക്കാനുള്ള കാര്യങ്ങളുണ്ട് കൂടിയിട്ടാണ്. മനസ്സിലാകത്തില്ല. എന്നെ കണ്ടിട്ടാണോ ഇവിടുത്തെ ഡൈവേഴ്സ് കോടതി തുടങ്ങിയത്? ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് നിന്നുള്ള ഇതിന് ഉത്തരം പറ. അല്ല അല്ല അതല്ല, പ്രണയിക്കുന്ന രണ്ടുപേരെ തകർക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ചുറ്റുപാടുള്ളത്. ഈ കുടുംബം മുഴുവനും, സകല പോലീസും. ലിവിങ് ടുഗദർ ആയിട്ടിരിക്കുന്നവർക്ക് ഒരു വീട് കൊടുക്കത്തില്ല. നിങ്ങൾക്കൊരു വീട് എടുക്കാനൊക്കത്തില്ല, ഒരു മുറി കിട്ടത്തില്ല. വല്ലവരും ഉണ്ടാക്കുന്ന കരാറിനകത്താണ് ഈ രഹസ്യബന്ധങ്ങൾ മുഴുവൻ ഉണ്ടായത്. അപ്പോഴാണ് പരസ്ത്രീ ഗമനം പാടില്ല എന്ന് പറയുന്ന വാക്ക് വരുന്ന, അവിഹിതം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ സാധനങ്ങൾ ഞങ്ങൾക്കിടയിൽ വരത്തില്ല. കാരണം നമ്മളിത് പറയുന്നുണ്ടാവും. അങ്ങനെ ഒരു പരസ്ത്രീ ബന്ധം വന്നു കഴിഞ്ഞാലും ഇതിനിടയ്ക്ക് പറയണം. ധാരാളം ബീജമുള്ളതാണ് പുരുഷന്മാർ. സ്ത്രീകൾക്ക് മാസം ഒരു അണ്ടം മാത്രം, ഒരു മുട്ട മാത്രമുള്ള ആളാണ്. അത് പ്രഷ്യസ് ആയതുകൊണ്ടാണ് പുരുഷന്മാർ സ്ത്രീകളുടെ പുറകെ പോകുന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറയുന്നത് എൻഫോഴ്സ് ചെയ്യുന്നതിനാണ് ഈ വിവാഹം ഉണ്ടായത്. ആരുണ്ടാക്കിയാലും അവരുടെ കുഞ്ഞാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് കൺഫ്യൂഷനില്ല, പുരുഷന്മാർക്ക് അങ്ങനെയല്ല. ഈ കുട്ടി എൻ്റേതാണെന്നുള്ളത് പ്രശ്നമുള്ളവരാ. അതുകൊണ്ടാണ് ചാരിത്ര്യം സ്ത്രീകൾക്ക് വേണം, പുരുഷന്മാർക്ക് ചാരിത്ര്യവതി എന്നുള്ള വാക്കിന് ഒരു പുല്ലിംഗം പറഞ്ഞ ഇല്ല. ഉണ്ടാകുന്ന കുഞ്ഞിനെ ഇന്ന ആളുടെ കുഞ്ഞ് ഇന്ന ആളാണ് നോക്കേണ്ടതെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ആ സമയത്തില്ല. അങ്ങനെ നോക്കില്ല എന്നുണ്ടെങ്കിൽ ഈ മനുഷ്യർക്കപ്പുറം ഇത് മൃഗങ്ങൾ മാത്രമായിട്ട് നമ്മൾ മൃഗങ്ങളാണ്. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കണമെന്ന് പറയുമ്പോഴും ഇണയെ തിരഞ്ഞെടുക്കാൻ ഇപ്പോഴും അനുവദിച്ചിട്ടില്ലാത്ത സമൂഹമാണ് നമ്മൾ. പക്ഷെ മാറി തുടങ്ങിയല്ലോ. വേറെ കാര്യമാണ് മാറി തുടങ്ങിയെന്ന് പറയാതെ. മാറ്റങ്ങൾ അത് ഇയാൾ എനിക്ക് പറഞ്ഞു തരാതെ. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന അതേ നാട്ടിൽ തന്നെ അഭിപ്രായങ്ങൾ കൊണ്ട് ഇത്രയേറെ വേട്ടയാടപ്പെട്ട വേറൊരു മനുഷ്യനുണ്ടോ എന്നുള്ളത് സംശയമാണ്. അത്തരത്തിലൊരു വ്യക്തിയാണ് ഓപ്പൺ മൈക്ക് വിത്ത് റോഹനിലൂടെ ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. നിലപാടുകൾ കൊണ്ടും അഭിപ്രായങ്ങൾ കൊണ്ടും വേറിട്ട ശബ്ദം മൈത്രേയൻ. നമസ്കാരം. നമസ്കാരം. പലപ്പോഴും ഈ മനുഷ്യന് കോയിനായിട്ട് നമ്മൾ പറയും, രണ്ട് വശങ്ങൾ പോലെ തന്നെ മനുഷ്യരുടെ അഭിപ്രായങ്ങളിലും നിലപാടുകളിലും ഒക്കെ സ്വീകാര്യത ഉണ്ടാവും, അതുപോലെ തന്നെ ഈ പറയുക എന്നുള്ളതുണ്ട്. ഈ എപ്പോഴും ഇത്തരത്തിലുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും നമ്മൾ കൂടുതലായിട്ടും കേൾക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഏറ്റവും വലിയ പങ്കുവഹിച്ചാലും ഒന്ന് നവമാധ്യമങ്ങളിൽ നിന്ന് എടുത്തു പറയേണ്ടിയിരിക്കും. സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകളിലെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എത്തിക്കുന്നതിലാണെങ്കിൽ പോലും നവമാധ്യമങ്ങളുടെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് സാർ തോന്നുന്നത്? ഞാൻ നേരത്തെ പൊതുപ്രവർത്തനം ചെയ്തിരുന്ന 2005 വരെ ചെയ്യുന്നത്. ആ സമയത്ത് ശരിക്കും മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്നത് ടെലിവിഷൻ ഞാൻ വളരെയധികം ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ചും ഏഷ്യാനെറ്റ്, അതുപോലെ തന്നെ സൂര്യ, ഈ രണ്ട് എണ്ണവും ഞാൻ അന്ന് ആ സമയത്ത് അത് ഉപയോഗിച്ചിട്ട്, ശരിക്കും പറഞ്ഞാൽ പത്രങ്ങളിൽ നമുക്കൊരു ബോയ്ക്കോട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്തിൻ്റെ പേരിലായിരുന്നു? ശരി, ഈ സെക്സ് വർക്കേഴ്സിനൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന സാധനം ആൾക്കാർക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരുന്നു. മാത്രമല്ല ഞാൻ ചെയ്തിരുന്ന പല പ്രവൃത്തികളും അവരെ സംബന്ധിച്ചോളം പുതിയ കാര്യമുണ്ട്. ഞാൻ ജയിച്ചിട്ട് ഒന്നിച്ച് ജീവിക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് കൗതുകം ഉണ്ടെങ്കിൽ അവർക്കത് ഇങ്ങനെ കൊണ്ടുവരാനൊക്കത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എഴുതുന്ന ലേഖനങ്ങൾ പോലും പത്രങ്ങളിനകത്തൊക്കെ തീരെ അവർ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഈ ടെലിവിഷൻ വന്ന സമയത്ത് അത് വളരെ ഇഫക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു മാറ്റം വന്നതിൽ ഒന്നുകൂടി തന്നെയായിരുന്നു ശരിക്കും ഈ വിവാഹം എന്ന് പറയും. ഈ വിവാഹത്തിലും ഇപ്പം സംഭവിക്കുന്ന ഈ പ്രായപരിധിയിൽ ഇത് കൂടുതൽ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ചോദ്യം അതിന് പോകുന്നതിന് മുമ്പ്, ഒരു മനുഷ്യൻ്റെ അവൻ്റെ വളർച്ചയ്ക്ക് ഒരു ഇണയെ കിട്ടുന്നതിന് വിവാഹം എന്നുള്ളത് ശരിക്കും അനിവാര്യമാണോ തോന്നുന്നുണ്ടോ? വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? വിവാഹം എന്നുള്ളൊരു പേര് കൊണ്ട് അർത്ഥമാക്കുന്നതിനെ രണ്ടുപേര് ചേർന്ന് വയ്ക്കുന്നതിന് ഒരു മാരേജ്, രണ്ടുപേരും ഒരുമിച്ചുള്ള പാർട്ട്നേഴ്സായിട്ട് ജീവിക്കുന്ന ഒരുമിച്ചുള്ള സാഹചര്യത്തിൽ പക്ഷേ പറയുന്നത്. അതിന് പലതരം പേരുകളും മാനദണ്ഡങ്ങളും ഉണ്ടെങ്കിൽ പോലും വിവാഹം എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് അത് തന്നെ. വിവാഹം എന്ന് പറയുന്നതിൻ്റെ ഒരു ഗ്രോത്തോ അല്ലെന്നുണ്ടെങ്കിൽ ലോകത്ത് എങ്ങനെയാണ് വിവാഹങ്ങൾ വന്നത് എന്നൊക്കെ അറിയുമോ? അങ്ങനെ അറിയാവോ ഇയാൾക്ക്? അങ്ങനെ തുടങ്ങി വെച്ചതോ? ഇല്ല. അത് നമ്മളിതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ള, നമ്മളൊരു ഗ്രൂപ്പ് ആനിമലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രാജ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് പുരുഷന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് മരിക്കും ഇണകൾക്ക് വേണ്ടി. അത് തടയുക എന്ന് പറയുന്നതിൻ്റെ ഒരു ആവശ്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു രാജാവിൻ്റെ കീഴിലെ പ്രജകളായിരിക്കുന്ന ആൾക്കാർ തമ്മിലടിച്ച് ചത്തുപോകാതിരിക്കാനായിട്ട് അവർ തീരുമാനമെടുക്കുന്നൊരു സ്ഥലമുണ്ട്. അതേപോലെ തന്നെയാണ് ഈ പുറത്തുള്ള
മറ്റ് രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യേണ്ട ആവശ്യവും അവർക്കുണ്ട്. അപ്പോൾ ഇവരുടെ ആളുകൾ ഇവരുടെ ആന്തരികമായിട്ട് ഒരു രാജ്യത്തിനകത്ത് തമ്മിലടിച്ച് ചാകാതിരിക്കുക എന്ന് പറയുന്നത്, പുരുഷന്മാരെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതും ഒരേപോലെ ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ തമ്മിലടിക്കും. നമ്മുടെ പുരുഷന്മാർ തമ്മിലടിച്ച് കൂട്ടത്തിൽ മിടുക്കനായ ഒരാൾ എന്താണ് സെക്ഷൽ റൈറ്റ് മെച്യൂരിറ്റി ഉള്ള സ്ത്രീകളെ പ്രാപിക്കാനുള്ള അവകാശം അവർ സമ്പാദിക്കുക ചെയ്യുന്നത്. ഈ സമയത്ത് ആളുകൾ മരിച്ചു പോകുന്നോ മറ്റുള്ളവരെ കൊല്ലുന്നോ എന്നുള്ള ചർച്ചയൊന്നുമില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ കാട്ടിൽ നോക്കിയാൽ മതി, എല്ലാ പുരുഷന്മാരും തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും. നമ്മൾ ഇങ്ങനെയായിരുന്നു ജീവിച്ചത്, നമ്മളും അങ്ങനെ തന്നെയാണ് ജീവിച്ചിരുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ ഈ സ്ട്രക്ചർ ചെയ്ത സമൂഹം രൂപപ്പെടുമ്പോഴാണ് അങ്ങനത്തെ ഒരു തമ്മിലടിക്കുക എന്ന് പറയുന്നതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഒരാൾക്ക് ഒരു ഇണയെ കൊടുക്കുക എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായത്. ഒരാളെ ഒരു ഇണയിൽ നിലനിർത്തുക എന്ന് പറയുന്നതിന് അവരെ നിയന്ത്രിച്ചു അവർക്ക് ആദ്യമേ തന്നെ ഒരു ഇണയെ കൊടുക്കുക എന്ന് പറഞ്ഞ സങ്കല്പം ഉണ്ടാക്കുമ്പോഴാണ് വിവാഹം ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇത് ഒരാൾക്ക് ഒരു ഇണ എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരാൾക്ക് ഒരു ഇണയെ പാടൂ എന്നുള്ള നിബന്ധന കൂടി അങ്ങനെ വന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ബൈബിളിനകത്തൊക്കെ നോക്കിയാൽ മതി, പരസ്ത്രീ ഗമനം പാടില്ല എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ എഴുതുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീരാമൻ്റെ അച്ഛന് 3 വിവാഹമുണ്ട്, പക്ഷെ ശ്രീരാമൻ ഒരാളെ ഒന്നേ ഉള്ളൂ. ആ രാമായണ കഥയ്ക്കകത്തെ പ്രധാന സാധനം എന്ന് പറയുന്നത് ഒരാളുമായി ജീവിക്കുന്നതിനെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചൊരു കാര്യത്തിൽ ഇവിടെ കയറ്റി വയ്ക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ പ്രായപരിധി, ഒരു പ്രായമാവുന്നതിന് അവനവൻ്റെ പക്വതയാവുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ശാരീരികമായിട്ടും കൂടി അവൻ പ്രാപ്തനാവേണ്ടതുണ്ട്, അവനും അവളും. ഇപ്പം ഇവിടെ ഇതോടുകൂടി തന്നെ ഒരാൾ നിർബന്ധിതമായിട്ട് ഈ കുഞ്ഞുങ്ങൾ നിങ്ങൾ നോക്കണം, മക്കൾ നിങ്ങൾ നോക്കണം എന്ന് പറയുമ്പോൾ ഒരു സുരക്ഷിതത്വം കൂടി അവനവന് സ്വയം പ്രാപ്തനാവുന്ന സമയം വരെയെങ്കിലും ആരെങ്കിലും ഒക്കെ അവനെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഉണ്ടാവണം എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യം കൂടി ഉണ്ട് അല്ലേ? അത്തരം ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടാവാതിരിക്കില്ല ചെയ്യുക ഇങ്ങനൊരു നിയമവും വ്യവസ്ഥതയും ഇല്ലെങ്കിൽ. ഞാൻ പറഞ്ഞാൽ ഈ പറയുന്നതൊക്കെ ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഗോത്രങ്ങളെ പറ്റിയോ ഇതൊന്നും ഓർക്കാതാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് ഒരാൾ കേപ്പബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് ഒന്നുമില്ല. കുട്ടിയെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ലൈംഗിക പ്രവർത്തനത്തിനകത്ത് കുഞ്ഞുങ്ങളുണ്ടാകും. ആ കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഒരാളല്ല, ഈ അമ്മയും അച്ഛനും എന്നൊക്കെ പറയുന്നതൊക്കെ ഈ വളരെ റീസെൻ്റ് ആയിട്ട് ഉണ്ടായതാണ് ലോകത്ത്. അല്ലാതെ അതിനു മുമ്പ് ഇല്ല. അങ്ങനെ ഒരു സംഘം ആണ് ഉള്ളത്. ആ സംഘത്തിനകത്ത് ഒരാൾ ഗർഭം ധരിക്കുന്ന അമ്മ പ്രസവിക്കുന്നു എന്നുള്ളത് അമ്മയും കുഞ്ഞുമേ റിയാലിറ്റിയിലുള്ളു. വലിയൊരു സംഘം അമ്മമാർ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്നതിന് അവരൊരു ഗ്രൂപ്പിനകത്തുള്ള കുറേ പുരുഷന്മാർ, ഇത്രയാണ് നമ്മൾ ഈ ഗോത്രം എന്ന് പറഞ്ഞിരുന്നത്. അല്ലാതെ ഈ ഉണ്ടാകുന്ന കുഞ്ഞിനെ ഇന്ന ആളുടെ കുഞ്ഞ് ഇന്ന ആളാണ് നോക്കേണ്ടതെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ആ സമയത്തില്ല. അങ്ങനെ നോക്കില്ല എന്നുണ്ടെങ്കിൽ ഈ മനുഷ്യർക്കപ്പുറം ഇത് മൃഗങ്ങൾ മാത്രമായിട്ട് നമ്മൾ മൃഗങ്ങളാണ്, നമ്മൾ മൃഗങ്ങളല്ലെന്ന് ഇടയ്ക്ക് വെച്ച് തോന്നിപ്പോ ഈ സ്വാർത്ഥതയുള്ള ഈ ലോകത്ത് നിന്നുള്ള രീതിയിലേക്ക് അത്തരത്തിലെ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് അവരുടേതായിട്ടുള്ള ശൈലിയിൽ വിട്ടുപോകുമ്പോൾ എത്രത്തോളം പേരെ ഇവർ അനാഥത്വമല്ലാതെ ആയി പോകുന്നുള്ളത് നമുക്ക് ഇയാൾ ഇവിടുത്തെ ഇന്നത്തെ കാലത്ത് ഇരുന്നുകൊണ്ട് ഇതൊക്കെ ഞാൻ ഈ കാലഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇനി അത് സാധ്യമായ കാര്യമാണോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഒന്നും നമ്മൾ പറയുന്നില്ല, ഇത് എങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാതെ ഈ വിഷയങ്ങൾ പറയുമ്പം ആൾക്കാർ കൺഫ്യൂസ്ഡ് ആകുന്ന പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത്. പണ്ടേ പുരുഷന്മാരിങ്ങനെ കുട്ടികളെ നോക്കുന്ന ആളുകളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വിചാരിക്കരുത്. അങ്ങനെയല്ല, പരിശീലിപ്പിച്ചിട്ടാണ് കുട്ടികളെ നോക്കുന്നവരാകുന്നത്. ഇന്നും കുട്ടികളെ നോക്കത്തില്ല. ഇതുകൊണ്ടാണ് നമ്മൾ വിവാഹമോചനം നടക്കുമ്പം ഈ ഭർത്താവ് പൈസ കൊടുക്കാൻ ബാധ്യത വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയത്തില്ലേ അലിമണി കൊടുക്കണം, ആ പണം കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ഉത്തരവാദിത്തപ്പെട്ട പുരുഷനെ ഉൽപ്പാദിപ്പിച്ചതാണ്, അല്ലാതെ ചെയ്യില്ല. നമ്മൾ ഇന്ന് പരിശീലിപ്പിച്ചും ജീവിതത്തിനകത്ത് കാണിച്ചു കൊടുത്തും ആളുകൾ ഇപ്പോൾ കുട്ടികളെ നോക്കുന്നവരായിട്ടുള്ള പുരുഷന്മാരെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ വർഷങ്ങൾ കൊണ്ടുണ്ടായതാണ്. ശരിക്കും ഈ കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരാളിലേക്ക് അവൻ്റെ സുരക്ഷിതം ഏറ്റെടുക്കുകയോ അതിൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടതില്ല എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ ഇത്തരത്തിൽ അവഹിതങ്ങൾ തെറ്റില്ല. വേറൊരാളായിട്ടുള്ള അവിഹിതം എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഈ നിയമം ഉണ്ടാക്കുമ്പോഴുണ്ടാകുന്നതാണ്. ഇത് പറഞ്ഞല്ലേ, സാമൂഹ്യ നിയമം കൊണ്ടാണ് ശരി തെറ്റുണ്ടാകുന്നത്. ഇപ്പം ഇന്ത്യയിലെ വണ്ടി ഇടതുവശത്തോട് ഓടിക്കണം എന്ന് പറയുമ്പോൾ വലതുവശത്തോട് ഓടിച്ചാൽ തെറ്റാകും. ഇപ്പോൾ രാജാവ് ആൾക്കാരെ കൊണ്ടുപോയിട്ട് അന്യരാജ്യത്തുള്ളവരെ മുഴുവൻ വെട്ടിക്കൊല്ലുകയും അവിടെ ഉള്ളവരെ ബലാത്സംഗം ചെയ്യാനായിട്ട് അനുവദിക്കും. അതിനകത്തൊരു തെറ്റും ആരും കണ്ടിരുന്നില്ല. കാരണം അങ്ങനെയായിരുന്നു രാജാക്കന്മാർ പെരുമാറേണ്ടെന്നായിരുന്നു എല്ലാവരും വിചാരിക്കുന്നത്. ബലമുള്ളവർ മറ്റുള്ളവരെ കീഴടക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടായിരുന്നു അനുഭവിച്ചിരുന്നത്. നമ്മൾ ഈ നിയമങ്ങൾ ഉണ്ടാക്കിയാണ് നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യരെ സൃഷ്ടിച്ചത്. അതത്രയും നമ്മൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കാതെ
ഇത് താനെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഇയാൾ പറയുന്ന വിവാഹം എന്ന് പറയുന്നത് പുരുഷന്മാരെ കുട്ടികളെ നോക്കാൻ ഉത്തരവാദിത്തപ്പെടുത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സ്ത്രീകൾക്കല്ലത്. സ്ത്രീകൾക്ക് കുട്ടികൾ അവരുടെ കുട്ടിയാണ്. ഇയാളുടെ കുട്ടിയാണോന്ന് ഇയാൾക്ക് അറിയില്ല. പുരുഷന്മാർക്കാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്, കുട്ടി എൻ്റേതാണോ എന്നുള്ള സംശയം. അമ്മമാർക്ക് എപ്പോഴെങ്കിലും ഈ സംശയത്തിൻ്റെ കാര്യമുണ്ടോ? എല്ലാ കുട്ടിയും അവരുടേതാണ്. അതുകൊണ്ടാണ് ആ പ്രോബ്ലം വരുന്നത്. ഇപ്പം ബൈബിളിനകത്ത് അബ്രഹാം അയാളുടെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് രാജാവിന് മുമ്പിൽ ബലി കൊടുക്കത്തില്ലേ? കേസുണ്ടായോ? ഉണ്ടാകുമോ? അന്നില്ല, രാജാവില്ല. കുട്ടി നമ്മുടേതാണെന്ന് നമ്മളിപ്പോൾ വിചാരിക്കത്തേ ഉള്ളൂ. ഇപ്പം നമ്മളുണ്ടാക്കിയ കുഞ്ഞിനെ നമ്മളൊന്ന് കൊന്നു നോക്ക്, അപ്പോൾ എല്ലാവരും ഇടപെടും, അധികാരമൊക്കെ വരും. നിങ്ങളുടെ കുട്ടിയല്ല, അപ്പോൾ കൊല്ലാനൊക്കത്തില്ല, വളർത്താനേ പറ്റത്തുള്ളൂ. ഉണ്ടാക്കാനും വളർത്താനേ നമുക്ക് ഇപ്പോഴും അവകാശമുള്ളൂ. കൊല്ലാൻ അവകാശം ആർക്കാണ് ഉള്ളത്? അത് രാജാവിനും ഗവൺമെൻറ് എന്ന് പറയുന്ന സാധനത്തിനുമായിട്ട് മാറും. അവർ കൊണ്ടുപോയി തൂക്കി കൊല്ലത്തില്ലേ? പട്ടാളത്തിൽ കൊണ്ട് വെടിവെച്ച് കൊല്ലത്തില്ലേ? ഇതെല്ലാം ചെയ്യും. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റാതാക്കി പോയിരിക്കുന്നത് ഈ സിസ്റ്റം കൊണ്ടുണ്ടായതാണ്. പക്ഷെ ആ മാറ്റം നല്ലതല്ലേ? നല്ലത് വേറെ വിഷയം. അത് നല്ലതും ചീത്ത ചർച്ച ചെയ്യാമെന്ന് എന്ത് നന്മയാണ് തൻ്റെ കൊച്ചിനെ വല്ലവരും കൊല്ലുന്നതിനും പട്ടാളത്തിൽ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുന്നതിനും എന്ത് നന്മയാണുള്ളത്? എല്ലാവർക്കും കൊല്ലാൻ എന്താണ് അത് അധികാരമുള്ള രാജാവുണ്ട്. അവരാണ് കരാറിൽ ഒപ്പിടിപ്പിച്ചത്. ഇയാളുടെ ഇഷ്ടം കൊണ്ടല്ല. ബാച്ചിലേഴ്സ് പാർട്ടി ആഘോഷിക്കുന്നവരാണ് പുരുഷന്മാർ. ബാച്ചിലേഴ്സ് പാർട്ടി എന്തുകൊണ്ടാണ് അവരെ ആഘോഷിക്കുന്നത്? അവർക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യം എന്തേ ഇന്നോട്ട് ഞാൻ ഒരാൾക്ക് മാത്രമായിട്ട് നിൽക്കേണ്ടി വരുമെന്ന് പറയുന്നതുകൊണ്ടാണ് കരഞ്ഞു വിളിച്ചിട്ടാണ്, ബന്ധനമായിട്ടാണ് വിവാഹം പുരുഷന്മാരെ അനുഭവിക്കാറുള്ളത്. അവർ കൂച്ചു വിലം കിടുന്ന പോലെയാണ്. ഇതൊക്കെ നമ്മൾ ആ വിഷയങ്ങൾ അങ്ങനെ അറിയാത്തതുകൊണ്ടാണ് ഇയാൾ ഈ നമ്മൾ ഒരു കാര്യത്തിനെ എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമകാലിക വിഷയമായി കൂടി ബന്ധപ്പെട്ടിട്ടായിരിക്കും. അല്ല, സമകാലിക വിഷയങ്ങളായി മാറിയത് ഈ ഒരു പ്രോസസ്സിനകത്താണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളായിട്ട് മാറിയിരിക്കുന്നത് വളരെ റീസെൻ്റാണ്. മുമ്പ് ഈ ഒരു വ്യക്തിയെ കൊണ്ട് അല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലേ വിവാഹം കഴിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ. അമ്മയും അച്ഛനുമാണ് കല്യാണത്തിന് വിളിക്കുന്നത്, അല്ലാതെ ഈ കല്യാണം കഴിക്കുന്നവരല്ല വിളിക്കുന്നത്. അപ്പോൾ അമ്മയും അച്ഛനും എന്തുകൊണ്ടാണ് കല്യാണത്തിന് വിളിക്കുന്നത്? ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് അത് വരുന്നത്. വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എൻ്റെയും ഇന്ന ആളുടെയും വിവാഹത്തിന് നിങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ടുള്ള ക്ഷണക്കത്ത് വരണ്ടേ? അതൊന്നും നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ട് പോലും ഇല്ല. അങ്ങനെ വ്യക്തികളൊന്നും ആയിട്ടില്ല. വ്യക്തികളായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിനകത്ത് അണുകുടുംബമാണെന്ന് നമ്മൾ പറയുമ്പോൾ പോലും അണുകുടുംബത്തിന് ആകുന്ന ആളുകളായി നമ്മൾ മാറിയിട്ടില്ല. നമ്മളിപ്പോഴും കൂട്ടുകുടുംബത്തിനകത്ത് അമ്മയും അച്ഛനും തീരുമാനിക്കുന്ന അനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമാണ്. ഇതുകൊണ്ടാണ് അവരുടെ ക്ഷണപ്രകാരം കല്യാണത്തിന് വരികയും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ചുറ്റും ഇരുന്നിട്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. പക്ഷേ വിദ്യാഭ്യാസം വരികയും സ്വന്തമായി തീരുമാനം എടുക്കണമെന്നും സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കണമെന്നും ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കണമെന്ന് പറയുമ്പോഴും ഇണയെ തിരഞ്ഞെടുക്കാൻ ഇപ്പോഴും അനുവദിച്ചിട്ടില്ലാത്ത സമൂഹമാണ് നമ്മൾ. പക്ഷെ മാറി തുടങ്ങിയല്ലോ. അത് വേറെ കാര്യമാണ്. മാറി തുടങ്ങിയെന്ന് പറയാതെ അത് ഇയാൾ എനിക്ക് പറഞ്ഞു തരാതെ അത് പറയുമ്പോഴാണ് ഞാനിത് പറയുന്ന വിഷയം മനസ്സിലാക്കി പറയാം. ഈ മാറ്റങ്ങൾ ഞാൻ മാറ്റം സംഭവിക്കുന്നില്ല എന്ന് പറയാനാണോ നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യുന്നത്? അതുകൊണ്ടാണ് അതങ്ങനെ പറയരുത്. മനസ്സിലാക്കാനുള്ളത് ഇതുവരെ ഒരു കല്യാണക്കുറി അടിച്ചിട്ടില്ലാത്ത നാട്ടിലാണ് ഇരിക്കുന്നതെന്ന് മറക്കാതെ. ഇയാൾ രണ്ടുപേര് തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നില്ലേ ഈ നാട്ടിലെ? അവർ പെണ്ണ് കണ്ടിട്ടാണ് ഇപ്പോഴും വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ സൈഡിൽ രണ്ടുപേര് തമ്മിൽ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ പ്രണയമാണെന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്ന നാടാണിത്. പാർക്കിനകത്ത് പരസ്പരം പരിചയപ്പെടാനിരിക്കുന്നവരെ മുഴുവനും നിയന്ത്രിക്കുന്നതിന് സദാചാര പോലീസ് ഉള്ള നാടാണിത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം മാറുന്നു എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടെ. ഞാനല്ലയോ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാറണം എന്ന് പറയണം. മാറുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് സ്ഥലത്തിരിക്കുന്ന ഒരാളിനോട് ഇവിടെ മാറുന്നില്ലയോ എന്ന് എന്നോട് ചോദിക്കരുത്. അത് ആ ചോദ്യം തെറ്റാണ്. അത് മനസ്സിലാക്കേണ്ടത് നാടിനകത്തെ മാറ്റം ഗുണപരമായി നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്വിപ്ഡ് ആകേണ്ടതുണ്ട്. നമ്മൾ ആദ്യം പറയുന്ന സമയത്ത് ഈ സ്വാതന്ത്ര്യത്തിനെ പറ്റിയൊക്കെ സംസാരിച്ച സമയത്ത് ഈ പ്രശ്നമാണ് ഈ പറയുന്നത്. പരിശീലിപ്പിക്കപ്പെടുന്നില്ല ആളുകൾ. ഇപ്പോഴും അനുസരണയുള്ള പറഞ്ഞാൽ കേൾക്കേണ്ടതായിട്ടുള്ള ആളുകളെ ഉൽപ്പാദിപ്പിച്ചിട്ട് അവർ സ്വന്തമായി ജീവിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഈ ഡിവോഴ്സിൻ്റെ എണ്ണം കൂടി വരുന്നതും ഇപ്പോൾ പണ്ട് എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ വളരെ രീതിയിൽ പ്രാചീനമായിട്ട് സംസാരിക്കുന്ന ഒരു ഇതുണ്ട്, അകത്തളങ്ങളിലെ ശബ്ദം അവിടെ തന്നെ നിൽക്കണം എന്നുള്ള രീതിയിലേക്ക് പറയാറുണ്ട്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയായിരുന്നു അതോ ആ ഒരു തമ്മിൽ ഐക്യം ഉണ്ടായിരുന്നുകൊണ്ടാണോ? ഏതുകൊണ്ടായിരിക്കും ഐക്യം എന്ന് പറഞ്ഞാൽ രണ്ടുപേരില്ല. പഴയ കുടുംബത്തിൽ രണ്ടുപേരില്ല. കുടുംബനാഥനും ബാക്കിയുള്ളവരേ ഉള്ളൂ. ഭർത്താവും ഭാര്യയാണ്. ഭാര്യ ഭരിക്കപ്പെടുന്നവളാണ്. ഒരാളേ ഉള്ളു. സ്വത്തുള്ളവരാണ് അവർ.
പുരുഷന്മാർക്കേ സ്വത്ത് വരൂ. മറ്റേത് തായ് വഴി സ്വത്ത് വരുത്തുന്ന ഒരു പണിയുണ്ടായിരുന്നു. അതാണ് കാരണവർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. അവിടെ അമ്മ വഴി സ്വത്തെന്നുള്ളൂ. പക്ഷെ കാരണവരാണ് അപ്പോഴും അത് കൈകാര്യം ചെയ്തിരുന്നത്. സഹോദരിയുടെ മക്കൾക്ക് മാത്രമേ അന്ന് സ്വത്ത് കൊടുക്കൂ. എന്തുകൊണ്ടാണ്? സ്ത്രീ വേറൊരാളുമായി ബന്ധമുണ്ടാക്കിയാൽ ഇയാളുടെ ജനിതകം കാണത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് കൊടുക്കാതിരുന്നത്. സഹോദരിയുടെ കുഞ്ഞാണോ 25% കണിശമായിട്ടും കാണും. ഇതുകൊണ്ടാണ് കാരണവരായിട്ടിരുന്ന് സ്വത്ത് അനന്തരവർക്ക് കൊടുത്തോണ്ടിരുന്നത്. മക്കൾക്ക് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ വന്നിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. ഇത് നമ്മൾ അറിയണം, ഇത് എങ്ങനെയാണ് ഈ സംഭവങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ കാരണവരായിട്ടിരിക്കുന്ന സമയത്ത് തായ് വഴി സ്വത്ത് വരിക എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അതിന് മേളിൽ ആധിപത്യം ഉണ്ടെന്ന് തോന്നരുത്. അങ്ങനെയില്ല, ആധിപത്യമല്ല, മെട്രിയാർക്കി ഇല്ല, മെട്രിലീനിയൽ സിസ്റ്റം എന്നതിന് പറയുന്നത്. തായ് വഴി എന്നാണ്. അപ്പം അമ്മ വഴി സ്വത്ത് വരും. പക്ഷെ അമ്മയ്ക്ക് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അമ്മയുടെ സഹോദരനാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ആ അമ്മയുടെ സഹോദരൻ എന്തുകൊണ്ടാണ് ഈ അമ്മ വഴി ഉപയോഗിക്കുന്നത്? അവൻ്റെ സഹോദരിയുടെ കുഞ്ഞ് കണിശമായിട്ട് ഇയാളുടെ ജനിതകം അതിനകത്ത് ഉണ്ടായിരിക്കുമെന്ന് അറിയുന്നത് കൊണ്ടാണ്. അതേസമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട സ്ത്രീ വേറൊരാളുമായിട്ട് ബന്ധം ഉണ്ടാക്കിയാൽ 100% ജനിതകം മാറിപ്പോവും. അപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ സ്വത്ത് കൊടുക്കത്തില്ലെന്നുള്ളത് കൊണ്ടാണ് മക്കളെന്ന് പറയുന്നവർ അനന്തരവർക്ക് കൊടുക്കുകയും മക്കൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഈ മക്കൾക്ക് കൊടുക്കുന്നിടത്തേക്ക് നമ്മൾ മാറിയിട്ട് ഒരു 50 വർഷത്തിനകത്തേ ആയിട്ടുള്ളൂ. ഈ മാറ്റമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇത് തിരിച്ചറിയത്തുള്ളൂ എന്താണ് ഈ സംഭവിക്കുന്നതെന്ന്. അപ്പം പുരുഷന്മാർ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറയുന്നത് എൻഫോഴ്സ് ചെയ്യുന്നതിനാണ് ഈ വിവാഹം ഉണ്ടായത്. ആ എൻഫോഴ്സ് ചെയ്യുന്നതിനുണ്ടായാലേ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ നോക്കും. കാരണം അവരുടെ കുഞ്ഞുങ്ങളാണ്. ആരുണ്ടാക്കിയാലും അവരുടെ കുഞ്ഞാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് കൺഫ്യൂഷൻ ഇല്ല. പുരുഷന്മാർക്ക് അങ്ങനെയല്ല. ഈ കുട്ടി എൻ്റേതാണെന്നുള്ള പ്രശ്നമുള്ളവരാ. അത് കാരണം കൊണ്ട് അതുകൊണ്ടാണ് ചാരിത്ര്യം സ്ത്രീകൾക്ക് വേണം. പുരുഷന്മാർക്ക് ചാരിത്ര്യവതി എന്നുള്ള വാക്കിന് ഒരു സ്ത്രീലിംഗം പുല്ലിംഗം പറഞ്ഞ ഇല്ല. കന്യക പറ, പുല്ലിംഗം പറ. നമ്മള് കന്യക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മാത്രം ആ വാക്ക് ഉപയോഗിക്കും. അല്ല പറ, കന്യക അങ്ങനെ ഒരു വാക്കൊന്നും ഇല്ല മലയാള ഭാഷയിലല്ലേ. പക്ഷെ നമ്മൾ അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള വാല്യൂസ് സ്ത്രീകൾക്ക് മാത്രമായി മാറിയത് അവർ നിർബന്ധപൂർവം എൻ്റെ കുട്ടിയെ മാത്രമേ പ്രസവിച്ചാൽ മതി എന്നുണ്ടാക്കിയ സിസ്റ്റമാണ് നമ്മൾ ഈ പറയുന്ന. പക്ഷേ അങ്ങനെ സിസ്റ്റം ഉണ്ടാകുമ്പോൾ പോലും ചില സമുദായങ്ങളിൽ നിന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ഈ സംബന്ധം കൂടുക എന്നുള്ളൊരു അന്ന് സംബന്ധം കൂടുക എന്ന് പറയുന്നത് കാരണവരുടെ പ്രസ്ഥാനമാണെന്ന്. അത് ഇയാൾ അത് കാണാതെ പോകുന്നതുകൊണ്ടാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ കുഞ്ഞിനെ ഉണ്ടാക്കുന്നതല്ല അവിടുത്തെ ചർച്ച. അവിടെ കുട്ടി ഉണ്ടാകുന്നത് അനന്തരവരാണ്. സ്വത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന അപ്പോഴും പുരുഷൻ തന്നെയാണ്. കാരണവരുടെ സ്വത്ത് കൊടുക്കുന്നത് അനന്തരവർക്ക് കൊടുക്കുന്നത് സംബന്ധമായിട്ടിരിക്കുന്നതുകൊണ്ടാണ്. ആ സംബന്ധത്തിനകത്ത് നേരത്തെ സാറ് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരു പുരുഷനാണ് എന്നുള്ള രീതിയിലേക്ക് ഇത്രയും നിർബന്ധ ബുദ്ധിയിൽ എന്ന് പറയുമ്പോൾ ഈ സംബന്ധം നടക്കുന്ന രീതിയിലേക്ക് അത് നമുക്ക് എടുത്തു പറയാനും പറ്റില്ലല്ലോ. സംബന്ധത്തിനകത്ത് സ്ത്രീകൾക്ക് ലൈംഗിക സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ, സ്വത്തില്ല. അപ്പോഴും അല്ല, സ്വത്ത് കൊടുക്കുന്നത് കാരണവരാണ്. ലൈംഗിക സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞുകൊണ്ട് കൂടി ഞാൻ ഈ കൂട്ടിച്ചേർത്ത്. അതുതന്നെ ലൈംഗിക സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നല്ലോ. അത്തരത്തിൽ ലൈംഗിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം സാമൂഹികമായിട്ടുള്ള ഒരു ധർമ്മം മാത്രമാണ് അത്. അല്ലാതെ അവരുടെ സ്വന്തം ചോയ്സായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇപ്പം മേൽജാതിയിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ മേൽത്തട്ടിൽ ജാതി എന്നുള്ള അല്ലെങ്കിൽ മേൽത്തട്ടിൽ ജീവിച്ചിരുന്ന ഒരാൾ വന്നാൽ അവർ സമ്മതിക്കേണ്ടി വരും. വേണ്ടാന്ന് പറ്റത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് ആകെ പറ്റത്തില്ലെന്ന് പറയുന്നത് അവരുടെ ഇണയോട് മാത്രമാണ്, അവർക്ക് ഇഷ്ടമുള്ളവരോട് മാത്രമാണ് പറ്റത്തില്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ. മറ്റത് പറയാൻ പറ്റത്തില്ലായിരുന്നു. അല്ലാതെ ഇയാൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ സ്വാതന്ത്ര്യമൊന്നുമില്ല. മേൽജാതിയിൽ നിന്ന് ഒരാൾ വന്നാൽ നിങ്ങൾ ലൈംഗിക ബന്ധത്തിന് സമ്മതം കൊടുക്കാൻ ബാധ്യത വരും. അങ്ങനെയായിരുന്നു തട്ട് സമൂഹത്തിൻ്റെ മൂല്യം നിന്നിരുന്നത്. മുകളിലുള്ളവർ ആവശ്യപ്പെട്ടാൽ സമ്മതിക്കേണ്ടി വരും. അല്ലാതെ അതൊരു നമ്മൾ ഇന്ന് കാണുന്ന വ്യക്തികളില്ല. ഇന്ന് നമ്മൾ കാണുന്ന നിലവാരത്തിൽ വ്യക്തികളായിട്ട് മനുഷ്യർ മാറിയാൽ മാത്രമേ ചോയ്സസ് ഉള്ളൂ. ശരിക്കും അപ്പോൾ ഈ ഒരു വിവാഹം എന്നുള്ള ഒരു പ്രക്രിയ സംഭവിച്ചില്ലെങ്കിൽ വരെ മറ്റൊരാളുമായിട്ട് വിവാഹേതര ബന്ധം എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിൽ കൂടുതലും ഊന്നൽ കൊടുക്കുന്നത് സെക്സ് തന്നെയാണ് അല്ലേ? അത്തരത്തിൽ തെറ്റില്ല എന്നുള്ളത് തന്നെയാണോ? അല്ല, സെക്സ് എന്ന് പറയുന്ന വാക്ക് ഇയാൾ എന്താ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ എന്നുള്ള രീതിയിലേക്ക്, ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ ലൈഫ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ പറഞ്ഞ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക മാത്രമാണ് ആളുകൾ ചെയ്യുന്നത്. കുട്ടികളെ ഉണ്ടാക്കാനായിട്ട് വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് കുട്ടികൾ അവർ മാത്രമേ ബന്ധം ഉണ്ടാക്കുകയും അവർ തന്നെ കുട്ടി ഉണ്ടാക്കണമെന്ന് നിർബന്ധത്തോടെ വന്നപ്പോഴാണ് കുട്ടി ഉണ്ടാക്കാത്ത ചിലർക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ പോകേണ്ട ആവശ്യം വന്നത്, മരുന്ന് കഴിക്കേണ്ടി വരുന്നത്. മറ്റേത് അങ്ങനെ ഇല്ല. കുട്ടി ഉണ്ടാകുകയോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നേ ഇല്ല. പലരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കുട്ടി ഉണ്ടാകുന്നവരാണെങ്കിൽ
കുട്ടി ഉണ്ടാവും, അത്രേ ഉള്ളൂ. ആ ഉണ്ടാകുന്ന കുട്ടി അവരുടെ കുട്ടി ആയത് കാരണം കൊണ്ട് സ്ത്രീകൾ അവരുടെ കുട്ടികളെ നോക്കും. പക്ഷെ പുരുഷന്മാർ അവരുടെ കുട്ടിയാണെന്ന് അഷുറൻസ് കിട്ടുന്ന സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അപ്പോഴാണ് നമ്മൾ ഈ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം എങ്ങനെ രൂപപ്പെട്ടു എന്നൊക്കെ ഉള്ള അറിയണമെങ്കിൽ ഈ വിഷയം അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് പുരുഷന്മാരുടെ ബലം എന്ന് പറയുന്നത് പരസ്പരം അടിക്കരുതെന്നും പരസ്പരം കൊല്ലരുതെന്നും അത് സാമൂഹികമായ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയതാണ് വലിയൊരു ചേഞ്ച്. ഈ രണ്ടുപേരുള്ള ബന്ധത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് വിവാഹമോ ലിവിങ് ടുഗദറോ എന്തു തന്നെ ആയിക്കോട്ടെ, ഇതിനപ്പുറത്തേക്ക് പരിമിതികളില്ല അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾക്കില്ല എന്ന് പറയുമ്പോഴും ഈ ഫിസിക്കലായിട്ടുള്ള എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ളൊരു ബന്ധം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മാനസികമായിട്ട് രണ്ടുപേരും കൂടി അടുക്കുന്നില്ല. ഇപ്പോൾ ഒരാളല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് ഇത് പ്രാപിക്കാൻ ശ്രമിക്കുന്നപ്പോഴും മാനസികമായിട്ട് അത്രത്തോളം അടുക്കുന്നവർക്ക് കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാക്കുകയല്ലേ ചെയ്യുക. ശരിക്കും ലൈംഗികമായിട്ടുള്ളൊരു ബന്ധങ്ങൾക്കാണ് ഇതിന് തെറ്റിൽ വേറൊരാളിലേക്ക് പോകാമെന്ന് പറയുമ്പോഴും ഈ മാനസികമായിട്ടുള്ളൊരു അടുപ്പമുള്ള ഒരാൾക്ക് അതുണ്ടാക്കുന്നത് ഭയങ്കര വൈകാര്യമായിട്ടുള്ളൊരു തലത്തിലേക്ക് കൊണ്ടുവല്ലേ ചെയ്യാം. വികാരങ്ങളും സാധനങ്ങളും ഒന്നും പണ്ട് കാലത്ത് പരിഗണിക്കാത്ത സമൂഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമായിരിക്കാം, അവരെ വിവാഹം കഴിക്കാൻ അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കാനൊന്നും നിങ്ങൾക്ക് അവകാശമില്ലാത്തവരായിരുന്നു. സാമൂഹികമായ അംഗീകാരം തേടി മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇത്തരം മാനദണ്ഡങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അത്രത്തോളം പരിചിതമല്ലാത്തൊരു കാര്യത്തിലേക്ക് ട്രാക്കിലോട്ട് വന്ന രണ്ടുപേരായിരുന്നു മൈത്രേന ആൻഡ് ജയശ്രീ രണ്ടുപേരും. ശരിക്കും ഈ പോകുന്ന റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കുന്നു അല്ലെങ്കിൽ ഈ ലിവിങ് ടുഗദർ ഈ ഒരു സമ്പ്രദായത്തിൽ നിങ്ങൾ ഹാപ്പി ആയിരുന്നു? നമ്മൾ രണ്ടുപേര് തമ്മിൽ തിരഞ്ഞെടുത്തവരാ, ആണ് പരസ്പരം തിരഞ്ഞെടുത്തവരാ. അവർ നമ്മൾ തിരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ നമ്മൾ സന്തോഷമായിട്ട് തിരഞ്ഞെടുപ്പ് വരുന്നത് നമ്മുടെ സ്വന്തം തീരുമാനമല്ലേ. നമ്മളുടെ ഈ സന്തോഷത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനമാണെങ്കിൽ പോലും പോകെ പിൽക്കാലത്ത് നമുക്ക് തന്നെ തിരുത്തലുകൾ വരാം. മനുഷ്യ സഹജമാണല്ലോ. ഏതെങ്കിലും തരത്തിൽ തിരുത്തലുകളോ വേണ്ടിയിരുന്നില്ല, എപ്പോഴെങ്കിലും ഒരു പുനർചിന്തയോ റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു മൊമെന്റിൽ? ഈ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിനകത്ത് അതില്ല. ഇല്ല, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് തിരഞ്ഞെടുത്തവരാണ്. തിരഞ്ഞെടുത്തവർ തുടരുന്നതാണ്. അവർ ഈ മറ്റു ആളുകൾ പഠിപ്പിക്കുന്ന യുക്തിക്കകത്തല്ല നമ്മൾ അതെല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിനകത്ത് ഇഷ്ടങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഒന്നിച്ച് ജീവിക്കുന്നതിന് ഒരു തടസ്സവും വരുന്നതിനെ പറ്റി നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അതേ സമയത്ത് നമ്മൾക്ക് പലരുമായി ഇഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നവരും കൂടെ ആയിരുന്നു. അല്ലാതെ ഒരൊറ്റ ഇഷ്ടമാണ് പ്രപഞ്ചത്തിലുള്ളതെന്നുള്ളത് അങ്ങനെയൊന്നും അല്ല. ബയോളജി അങ്ങനെ അല്ലെന്ന് അറിയേണ്ടതുണ്ട്. ഇപ്പം പുരുഷന്മാരായിരിക്കുന്നത് നമ്മുടെ ബീജം എത്രയുണ്ട്? ലക്ഷക്കണക്കിനാണുള്ളത്. ഈ രണ്ടുപേരിൽ ഞാൻ ആ പറയുന്ന വിഷയം മനസ്സിലാക്കിയിട്ട് ഇയാൾ ചോദ്യം ചോദിക്കും. അല്ല, ഞാൻ അതിലെ ആ ഇടയ്ക്ക് വെച്ച് പറയാൻ ഒന്ന് ചേർത്ത് വെക്കാനുള്ള കാര്യങ്ങളുണ്ട് കൂടിയിട്ടാണ്. അത് മനസ്സിലാകത്തില്ല. ഇയാളുടെ ചോദ്യം പോലും മനസ്സിലാകാതെ പോകുന്ന ഞാൻ പറയുന്നത്. ധാരാളം ബീജമുള്ളതാണ് പുരുഷന്മാർ. സ്ത്രീകൾക്ക് മാസം ഒരു അണ്ഡം മാത്രം, ഒരു മുട്ട മാത്രമുള്ള ആളാണ്. ഇതുകൊണ്ടാണ് അത് പ്രഷ്യസ് ആയതുകൊണ്ടാണ് പുരുഷന്മാർ സ്ത്രീകളുടെ പുറകെ പോകുന്നത്. താനോ ഞാനോ റോഡിൽ പോയി നിന്നാൽ ഒരു സംഘം സ്ത്രീകൾ വരുത്തില്ല വട്ടം ചുറ്റി. പക്ഷേ ഒരു സ്ത്രീ അവിടെ നിന്നാൽ വട്ടം ചുറ്റി പുരുഷന്മാർ വരും. ആ വരിക എന്ന് പറയുന്നത് ബയോളജി അറിയാമെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണെന്ന്. ബീജം വളരെ സുലഭമാണ്, അണ്ഡം അല്ല. ഇതുകൊണ്ടാണ് പുരുഷന്മാർ തമ്മിൽ പരസ്പരം പോരടിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ബലമുണ്ടായത്. ഇങ്ങനൊന്ന് മനസ്സിലാക്കുകയും കൂടെ വേണം. അപ്പം ഈ കാര്യങ്ങളെ പറ്റിയുള്ള അറിവ് നമുക്കുള്ളത് കാരണം കൊണ്ട് വ്യത്യസ്തമായ ആളുകളോട് ഇഷ്ടങ്ങൾ തോന്നും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, സ്ത്രീകൾക്ക് അണ്ഡം ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരാളുമായി ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനിതകമായിട്ട് തന്നെ പുതിയ ആൾക്കാരോട് പ്രണയം തോന്നുന്ന തരത്തിൽ സ്ത്രീകൾ മാറും. പുരുഷന്മാർക്കാണെങ്കിൽ ആദ്യത്തെ ദിവസം മാറും. ഇതൊരു വ്യത്യാസമാണ്. ഈ വ്യത്യാസത്തിനകത്ത് നിൽക്കുന്നത് മനസ്സിലാക്കാതെ രണ്ടുപേരെ ജീവിതകാലം മുഴുവൻ അവർ തന്നെ ഒന്നിച്ച് ജീവിച്ചോളണം എന്ന് പറഞ്ഞ് നിയമം ഉണ്ടാക്കി ചെയ്ത രീതിയാണ് പഴയ വിവാഹങ്ങൾ. ഈ ശരിക്കും ഈ നിയമങ്ങളും അല്ലെങ്കിൽ നിബന്ധനകളും ഒന്നുമില്ലെങ്കിൽ പോലും ഈ പോകുന്ന രണ്ടു പേരുള്ള ഇഷ്ടത്തിൽ ഇതിന് വേറൊരാളോട് പ്രണയം തോന്നിയേക്കാം, ഇത് മാറ്റങ്ങൾ വന്നേക്കാം എന്ന് പറയുമ്പോഴും എവിടേക്കൊരു സ്വാർത്ഥത ഉണ്ടായിരിക്കില്ലേ? ആ ഒരു ഇഷ്ടം എന്നിലേക്ക് വാക്കൊക്കെ ഇയാൾക്ക് സ്വാർത്ഥത എന്നൊക്കെ പറയുന്നതൊക്കെ വേറെ തരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഈ പറയുന്ന ഭാഷ ഇതിനകത്ത് സ്വാർത്ഥതയൊന്നുമല്ല. എൻ്റേതാക്കുക എന്ന് പറയുന്നത് ലൈംഗികമായിട്ടുള്ള ജനിതകമായ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടാണത്. ഇത് അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ കുട്ടി ആയിരിക്കണം എന്ന് പറയുന്ന ജനിതക നീഡുമായി ബന്ധപ്പെട്ടാണ് ആ സാധനം വരുന്നത്. ഇതുകൊണ്ടാണ് പുരുഷന്മാർ മറ്റു പുരുഷന്മാരെ ഉപദ്രവിക്കത്തേ ഉള്ളായിരുന്നു. ഈ സ്ത്രീയെ അല്ല ഉപദ്രവിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ രണ്ടുപേരും മാത്രമായിട്ട് അവരെ ജീവിക്കാൻ നിർബന്ധിക്കപ്പെട്ടപ്പോഴാണ്
അവർക്ക് സ്വാഭാവികമായി വേറൊരാളോട് പ്രണയം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കുന്നിടത്തേക്ക് നമ്മൾ മാറിയത്. മറ്റേ പുരുഷനെ ഓടിക്കത്തേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും സ്ത്രീയുടെ മുകളിലേക്ക് പുരുഷന്റെ ബലം ഉപയോഗിക്കത്തില്ലായിരുന്നു. കാരണം സ്ത്രീയെ ഇണക്കി നിർത്തുന്ന യുക്തികൾ മാത്രമേ ലോകത്തുള്ളൂ. കാരണം വളരെ പ്രഷ്യസാണ് അണ്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് പുരുഷന്മാർ ഒരിക്കലും സ്ത്രീകളെ ഉപദ്രവിക്കുന്ന യുക്തിയേ ഇല്ല. ഇതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഒരിക്കലും ബലം ആവശ്യമില്ലാതെ വന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് പുരുഷന്മാരുമായിട്ട് പൊരുതേണ്ട ആവശ്യമില്ല. അവർക്കൊരു കോമ്പറ്റീഷൻ ഇല്ല. അവർ അടുത്തുള്ള സ്ത്രീയുമായി പോലും കോമ്പറ്റീഷൻ ഇല്ല. അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഈ രണ്ടുപേരെ മാത്രമാക്കുകയും ഇവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആളിനെ ആശ്രയിക്കേണ്ടി വരികയും അയാളുടെ അധ്വാനത്തിൽ തന്നെ ഇവർ കഴിയണമെന്ന് പറയുന്ന നിർബന്ധിക്കുന്ന സംവിധാനം ഉണ്ടാക്കിയപ്പോഴാണ് സ്ത്രീകൾ വേറെ സ്ത്രീകളുമായിട്ട് വഴക്കുണ്ടാക്കാൻ നിർത്തായത്. കാരണം ഇയാളുടെ അധ്വാനത്തിൽ മാത്രമേ ഇവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇവരുടെ വരുമാന സ്രോതസ് അടഞ്ഞു പോകുന്നതാണ് അയാൾ വേറൊരു സ്ത്രീയിൽ താല്പര്യം ഉണ്ടായിപ്പോയാലെന്ന് കണ്ടെത്തുമ്പോഴാണ് ആദ്യമായിട്ട് സ്ത്രീ സംഘം ആയിട്ട് സ്ത്രീകൾ ജീവിച്ചിരുന്നിടത്തു നിന്ന് ഒറ്റപ്പെട്ട സ്ത്രീകളെ ഉൽപ്പാദിപ്പിച്ച് പുരുഷന്മാരുമായിട്ട് ജീവിക്കാനായിട്ട് നിർബന്ധിക്കപ്പെടുന്നിടത്ത് വന്നപ്പോഴാണ് അന്യ സ്ത്രീകളോട് വിരോധമുള്ള സ്ത്രീകൾ ലോകത്തുണ്ടായത്. പുരുഷന്മാർ ഒരു സ്ത്രീയോടൊപ്പം തന്നെ ജീവിക്കണമെന്ന് നിർബന്ധിക്കപ്പെട്ടപ്പോഴാണ് അവർ രഹസ്യ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നവരായിട്ട് മാറുന്നത്. മറ്റേ രഹസ്യമില്ല അവർക്ക്. അവരങ്ങനെയാണ്. അല്ലാതെ അവർ രഹസ്യബന്ധം, നമ്മൾ അവിഹിതം എന്നുള്ള വാക്ക് ഇയാൾ നേരത്തെ ഉപയോഗിച്ചില്ലേ, സാമൂഹികമായ അംഗീകാരം രണ്ടുപേര് തമ്മിൽ മാത്രമേ പറ്റത്തുള്ളൂ വാശിയോടെ അവരെ നിർബന്ധിപ്പിച്ചപ്പോഴാണ് ആരും അറിയാതെ രഹസ്യബന്ധങ്ങളുള്ള പുരുഷന്മാരെ ഉൽപ്പാദിപ്പിച്ചത്. ഇതേ പുരുഷന്മാർ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് തന്നെയായിരിക്കും ബന്ധം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അവിഹിതം, ഒരു ബന്ധമില്ലാത്ത രഹസ്യമായ ബന്ധം ഉണ്ടാക്കുന്ന സ്ത്രീകളും ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ബലാത്സംഗങ്ങളുണ്ടായി. ഇത് മുഴുവനും ഈ രണ്ടുപേരെ നിർബന്ധിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന അവിഹിത ബന്ധങ്ങളും ബലാത്സംഗങ്ങളും ലോകത്തുണ്ടായത്. അല്ല, ഇപ്പോഴും ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കാര്യം ഈ വിഷയം അറിയാതെ എൻ്റെ ചോദ്യം ഇതാണ്. ഈ ലിവിങ് ടു രണ്ടുപേര് പരസ്പരം മാനദണ്ഡങ്ങളോ നിബന്ധനകളോ ഒന്നുമില്ലാതെ പോകുന്നിടത്ത് അതാ ഞാൻ ചോദിക്കുന്നത്, ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല, എന്റെ ചോദ്യമാണ്. അത്രത്തിൽ ഇയാള് സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ലാതെ പറയുന്നത്. അല്ല, ഞാൻ ചോദ്യമാണ് ചോദിക്കുന്നത്. രണ്ടുപേര് തമ്മിൽ തെരഞ്ഞെടുത്തവര് തമ്മിലുള്ള കരാറുണ്ട്. ആ കരാറിനകത്താണ് അവർ ജീവിക്കുന്നത്. രണ്ട് പേരുള്ള കരാറുണ്ടെന്ന് പറയുമ്പോൾ ആ രണ്ടുപേര് തമ്മിൽ അവരാണ് അതിനകത്ത് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. അവർക്ക് കരാറുണ്ട്. മറ്റേതങ്ങനല്ല, വല്ലവരും തീരുമാനിക്കുന്ന കരാറിൽ പെട്ടിരിക്കുന്നവരാണ് ആ വിവാഹം. അപ്പൊ ശരിക്കും ഇത് ഒപ്പം നിൽക്കുന്ന, നമുക്ക് പ്രിയപ്പെട്ടവർ നിൽക്കുന്ന അച്ഛനും അമ്മയാരും ആയിക്കോട്ടെ, അല്ല ഈ ഡിസിഷൻ അല്ല പ്രശ്നം, എഗ്രിമെന്റ് വരുന്നു എന്നുള്ളത് ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ രണ്ടുപേര് തമ്മിൽ കരാറുണ്ട്. മറ്റേതങ്ങനല്ല, ഈ കരാറിൽ ഏർപ്പെടുന്നവർക്ക് യാതൊരു ഇതുമില്ല, ഉത്തരവാദിത്തമില്ല. കരാറുണ്ടെങ്കിൽ ശരിക്കും ലിവിംഗ് ടുഗദറിൽ ഉണ്ടാകുന്ന രണ്ടുപേർക്ക് എപ്പോ വേണമെങ്കിലും പിരിഞ്ഞു പോകൂടെ? അവർക്ക് പിരിഞ്ഞു പോകുക എന്നുള്ള കരാറാണ് അവർ തമ്മിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇഷ്ടമാണ് അവരെ ഒന്നിപ്പിക്കുന്നത്. അങ്ങനെ ആ ഇഷ്ടം തുടരുന്നത് വരെ അവർ ഒന്നിച്ച് നിൽക്കുന്നതിന്റെ കരാറുണ്ട്. ഇപ്പം ഇഷ്ടങ്ങൾ പരസ്പരം എന്ന് പറയുമ്പോൾ ഒരു പ്രണയം വേറെ ഉണ്ടായേക്കാം ഇതിനിടയ്ക്ക് എന്നുള്ളൊരു ചിന്ത ഷെയർ ചെയ്യുന്നവരാണ്. ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ലിവിംഗ് ടുഗദറിലേക്ക് ഒരുമിച്ച് പോകുന്നതിന് മുമ്പ് വേർബിൽ ഇത് പറയാൻ തയ്യാറാവോ? അങ്ങനെ പറയണം, അങ്ങനെ പറയും. അപ്പൊ പലതരത്തിലുള്ള വിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പുകളിനകത്ത് നമ്മൾ എന്താണ് അപ്പുറത്തിരിക്കുന്ന ആളുമായിട്ട് ഉണ്ടാക്കുന്ന കരാറെന്ന് പറയുന്ന കാര്യം ഈ പ്രണയകാലത്ത് പറയപ്പെടേണ്ടതാണ്. ഇത് സാധാരണ ഇപ്പൊ നമ്മുടെ ഈ നാട്ടിലെ പ്രണയം എന്ന് പറയുന്നത് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണ്. ദൂരെ മാറി വേലിക്കൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നതും കത്തിനകത്ത് എഴുതുന്നതും ഒക്കെയാണ്. അല്ലാതെ ഈ ജീവിതത്തിനെ പറ്റി ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് അല്ലെ സംസാരിച്ചിട്ടേ അല്ല. ഇപ്പം ഞാനും ജയശ്രീയും അങ്ങനെയല്ല. ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയങ്ങൾ സംസാരിക്കുന്നവരായിരുന്നു. ഈ സ്ത്രീ പുരുഷ ബന്ധത്തിനെ പറ്റിയും ഈ നമ്മൾ പേട്രിയാർക്കി എന്ന് പറയുന്ന ഈ സംവിധാനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അവെയറായ മനുഷ്യരാണ് നമ്മൾ കൂട്ടുകൂടുന്നത്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇത് എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള വളരെ കോൺഷ്യസ് ആക്ടേഴ്സ് നമ്മൾ പറയുന്നിടത്താണ് നിന്നിരുന്നത്. അപ്പം നമ്മൾ തമ്മിൽ ഉണ്ടാക്കുന്ന കരാറിനകത്ത് മനുഷ്യനെന്ന് പറയുന്നത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബയോളജിക്കലായിട്ട് പുരുഷൻ അങ്ങനെയാണ് സ്ത്രീ അങ്ങനെയാണെന്നുള്ള അറിവുള്ളത് കാരണം കൊണ്ട്, നമ്മൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയുള്ള അറിവുള്ളത് കാരണം കൊണ്ട് നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകാം, മറ്റുള്ളവരോട് പ്രണയം തോന്നാം. പക്ഷെ നമ്മുടെ കരാറ് ബ്രേക്ക് ചെയ്തിട്ടാണോ അത് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് വരുന്നത്. അപ്പൊ ഈ കരാറ് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ. എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടാണ് ചെയ്യുള്ളൂ. രഹസ്യബന്ധമില്ല. മറ്റേത് വല്ലവരും ഉണ്ടാക്കുന്ന കരാറിനകത്താണ് ഈ രഹസ്യബന്ധങ്ങൾ മുഴുവൻ ഉണ്ടായത്. അപ്പോഴാണ് പരസ്ത്രീഗമനം പാടില്ല എന്ന് പറയുന്ന വാക്ക് വരുന്നത്, അവിഹിതം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ സാധനങ്ങൾ ഞങ്ങൾക്കിടയിൽ വരത്തില്ല. കാരണം നമ്മളിത് പറയുന്നുണ്ടാവും. അങ്ങനെ ഒരു പരസ്ത്രീ ബന്ധം വന്നു കഴിഞ്ഞാലും ഇതിനിടയ്ക്ക് പറയണം.
ഓക്കെ. അങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞ കരാർ. ആ അങ്ങനെ വരുന്നതിനിടയ്ക്ക് ഒരാൾക്ക് ഇനി ഇത് മതി, ഇനി തുടരേണ്ടതില്ല എന്നൊരു തോന്നലുണ്ടാവുക, തീരുമാനങ്ങൾ ഒരുമിച്ചായിരിക്കില്ല. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ തീരുമാനങ്ങൾ ഒരുമിച്ചായിരിക്കും. പക്ഷെ ഇതല്ലാതെ ചില നിർത്തണം എന്നുള്ള തീരുമാനം വരുന്നത് ഒരുമിച്ചായിരിക്കില്ല, അല്ലല്ലോ. ഒരാളിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അല്ല, തുടങ്ങുന്നത് എപ്പോഴും ഓരോ ആളിനകത്തായിരിക്കും, മറ്റേ ആളുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നുള്ളതാണ് വ്യത്യാസം. അപ്പം ഇത്രത്തോളം പുരോഗമനപരമായിട്ട് ചിന്തിച്ചിരുന്ന രണ്ടുപേരിൽ ഈ ഇഷ്ടമില്ലാതായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ പിരിയാം എന്നൊരു തീരുമാനം വന്ന് ശരിക്കും തുടക്കം ആരിൽ നിന്നായിരുന്നു? അപ്പോൾ വേർപിരിയാൻ ഇപ്പം ഞാനും ജയശ്രീയും തമ്മിൽ വേർപിരിയുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലേ അല്ല. വിവാഹമോചനത്തിന്റെ യുക്തിയൊന്നും അല്ല. ഞാൻ ശരിക്കും അങ്ങനെ ഒരു വിവാഹമോചനം അല്ലെങ്കിൽ ഡിവോഴ്സ് എന്നുള്ള മാനദണ്ഡമല്ല ഞാൻ പറഞ്ഞു. അങ്ങനെ ആ തീരുമാനം എന്താണ് തുടങ്ങി വെച്ചത് അതില്ലാതാവുന്ന അവസ്ഥയാണ് ഞാൻ വേർപിരിയൽ പറഞ്ഞില്ലേ. ആ വേർപിരിയൽ എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള അനിഷ്ടങ്ങൾ കൊണ്ട് മാത്രമല്ല. അല്ല, ഒരു കുടുംബ സംവിധാനത്തിനകത്ത് കുട്ടി വളർന്ന് വലുതായി സ്വന്തമായി ജീവിക്കുന്ന സമയത്ത് അതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തീർന്നു എന്നുള്ള തിരിച്ചറിവ് പോലെ, ആ തിരിച്ചറിവിനനുസരിച്ച് പഴയതുപോലെ നമ്മൾ തുടരേണ്ട ആവശ്യമില്ല. ഈ രണ്ടുപേര് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്ത് പേരിട്ട് വിളിച്ചാലും അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഒന്നില്ലെങ്കിൽ ഇഷ്ടം തീരുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിലും പരസ്പര ബന്ധം എന്തു തന്നെയാണെങ്കിലും രണ്ട് വഴിക്ക് പോവാമെന്ന് പറയുന്നു. ഈ പോവാം എന്നതിനെ യോജിക്കുമ്പോഴും മാനസികമായിട്ട് വിഷമമുണ്ടെന്ന് കൂടി അല്ല ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വിഷമം ഉണ്ടാവുമ്പോൾ അത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നത് നമുക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിൽ മറ്റൊരാൾക്ക് മാത്രമല്ല വ്യക്തിപരമായിട്ട് നമ്മളത് തീരുമാനങ്ങളോട് ഇന്റർവ്യൂ എടുക്കുമ്പോ സമയത്ത് തന്നെ തള്ളിക്കളയുന്ന സമൂഹം തന്നെയല്ലേ ഇത് ഇവിടെ ഉള്ളത്. എത്രയോ പരീക്ഷ എഴുതിയിട്ട് ഇയാൾ തോറ്റു പോകുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. അവിടെല്ലാം ഇയാൾ വിഷമിക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഹോൾ പാസ് നടത്തുന്ന പോലെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ല, അവിടെ നിന്നുള്ള വിധി തീരുമാനിക്കുന്നത് നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളാണ്. ഇവിടെ ഡിസിഷൻ എടുക്കുന്നതിൽ വിഷമിക്കുന്നതിൽ നമുക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്നതിൽ നമ്മുടെ തീരുമാനങ്ങളിലൂടെയാണ്. ആ വ്യത്യാസമുണ്ട്. നമുക്ക് വിഷമം നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ വളർത്തിയ കുട്ടി അവര് വളർന്ന് വേറെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ വീട്ടിലും ഈ കല്യാണം കഴിഞ്ഞിട്ട് അമ്മയും അച്ഛനും നിലവിളിച്ച് കരയുന്ന നമ്മൾ കാണാറുണ്ട്. ഇയാൾ ഗൾഫിൽ ജോലി കിട്ടിയാൽ വിഷമിക്കും. എന്താ ഗൾഫിൽ പോയി കാശ് കിട്ടുന്നതുകൊണ്ട് വീട്ടിനകത്ത് കുഞ്ഞിനെ നോക്കി ഇരിക്കാൻ പറ്റുമോ? ഈ എബ്രോഡ് പോകുന്നതാണെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം തന്നെ, ഇപ്പൊ വിദേശത്ത് പോകുന്നതാണെന്നുണ്ടെങ്കിൽ പോലും ഈ പിരിഞ്ഞിരിക്കുന്നതിന്റെ വിഷമമുണ്ട്, അതിനപ്പുറത്തേക്ക് ഒരു പ്രതീക്ഷയുണ്ട്. തിരിച്ചിങ്ങോട്ട് പ്രതീക്ഷയാണ്, തിരിച്ചു വരുന്നുണ്ടല്ലോ. തിരിച്ചു വരുന്നില്ല മാത്രമല്ല, അതുപോലെയല്ലോ ഈ കുടുംബ കോടതി മുഴുവൻ ഉണ്ടാക്കിയത് ഒരിക്കലും ഒരു തിരിച്ചുവരവുകൾ സംഭവിക്കുന്നില്ല. തിരിച്ചു വരത്തില്ലെന്ന് നിങ്ങൾ എവിടുന്നാ തീരുമാനിച്ചത്? എങ്ങനെയാണ് എന്താണ് തീരുമാനിച്ചത്? എന്ന് പറയുന്നത് രണ്ടുപേര്. അതല്ല, ഞാൻ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഒരു ചോദ്യം ഇയാൾക്കില്ല. ഇയാള് ആദ്യമേ തീരുമാനിച്ചിട്ട് ചോദിക്കുകയാണ്. ഉപമിച്ചൊരു കാര്യത്തെ റിലേഷൻഷിപ്പിൽ ഒരാളുടെ ഇഷ്ടത്തോടു കൂടി പിരിഞ്ഞു പോവാം എന്ന് പറയുന്നതിനെ ഉപമിക്കുന്നതിനോട് ഇയാള് ജോലിക്ക് പോകുന്നതാണ്. എല്ലാ ആളുകളും ജോലിക്ക് പോകുന്നവര് നിരന്തരം വിഷമിച്ചിട്ട് നീണ്ട കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലിരുന്നിട്ടാണ് ഈ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കൊച്ചിനെ പോലും ഇതുവരെ ഒരു പുരുഷന് ഈ നാട്ടില് ഗൾഫിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാര് എപ്പോ കൊച്ചിനെ നോക്കിയിട്ടുണ്ട്? ഒറ്റ ഒരുത്തം നോക്കിയിട്ടില്ല. കൊച്ചിനെ വളർത്തിയിട്ടേ ഇല്ല, പരിചയം പോലും ഇല്ല. എന്നിട്ട് തിരിച്ചു വരുമ്പോ അവരെ ആർക്കും വേണ്ട. ഇങ്ങനെ ഇരിക്കുന്ന വീടുകളിൽ ഇരുന്നിട്ട് കൃത്യമായിട്ട് പറയട്ടെ, ഈ വളർത്തുക എന്നുള്ള ഒരു സമ്പ്രദായം ഒരാളെ നോക്കി നടത്തുന്നതിന്റെ ഒപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ, സാമ്പത്തികമൊക്കെ പണ്ട് വീട്ടിനകത്ത് തന്നെ കൃഷി ചെയ്ത് ജീവിച്ചിരുന്നത്. അപ്പുറത്തേക്ക് ഒന്നും കൂടി ഉണ്ട്. ഇതിപ്പോ പുരുഷന്മാരാണ് പ്രവാസികളാവുന്നത് എന്നുള്ളതുകൊണ്ടാണ് തരുന്നത്. ഇതിന് അപ്പുറത്ത് സ്ത്രീകളായിട്ട് യൂറോപ്യൻ കൺട്രീസിൽ പോകുന്നവരെ അതേ വിസിൽ തന്നെ അവിടെ മക്കളെ നോക്കുന്ന എത്രയോ പുരുഷന്മാരാണ്. ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും വളർത്തുന്നതിന് ശരിക്കും അടുത്തിരുന്ന് നോക്കുന്നതിന്റെ ഒപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള അനിവാര്യത, സാമ്പത്തിക അനിവാര്യതയൊന്നും അവിടെ ഇല്ല. കൂടുതൽ ഇത് സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെട്ട സാധനം ഉണ്ടാക്കുന്നത് ഒറ്റ ഒരാൾ. ഇവിടുത്തെ ഈ കുടുംബങ്ങളിൽ മുഴുവനും രണ്ടുപേര് ചേർന്ന് ഒരു കൊച്ചിനെ പോലും വളർത്തി ഞാൻ കണ്ടിട്ടില്ല. മുഴുവൻ പേരും കരഞ്ഞു പോയി നിലവിളിച്ചിട്ട് ട്രാൻസ്ഫർ മേടിക്കുമ്പോൾ മുഴുവനും ഭീതിജനകമായി ജീവിക്കുന്ന മനുഷ്യരുടെ നടുവിലിരുന്നുകൊണ്ടാണ് ഈ രണ്ടുപേര് അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇയാൾ ഈ മനസ്സിനെ പറ്റിയൊക്കെ ചർച്ച. അല്ലാതെ വേറെ യാതൊരു ബുദ്ധി അതിനകത്തില്ല. വെറുതെ അസംബന്ധം പിടിച്ച മൂല്യബോധം കൊണ്ട് മാത്രമാണ് ഇയാൾ ഈ ആ ചോദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരൊറ്റ വീട്ടിനകത്ത് ഈ പറയുന്ന മാനസികമായിട്ട് കള്ളം കുടിച്ച് വന്ന് ദിവസവും ഇടിക്കുന്ന ഭർത്താവും കരഞ്ഞുപോയി നിൽക്കുന്ന ഭാര്യ ഉണ്ടായിരിക്കുന്ന ഒരു നാട്ടിലിരുന്നുകൊണ്ടാണ് ഈ പറയുന്ന വിഷമത്തിനെ പറ്റിയൊക്കെ പറയുന്നത്. രണ്ടുപേര് തമ്മിൽ ചേർന്നിരിക്കുന്നത്. ഈ കൊറോണ സമയത്ത് എല്ലാം കൂടെ ഒന്നിച്ചിരുന്നിട്ട് മുഴുവനെണ്ണം കൂടെ ഇപ്പോൾ പിരിഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടി ഡൈവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാതെ ഇത് എന്തുകൊണ്ട് ഐഡിയലായിട്ട് രണ്ടുപേരും ഇവിടെ അല്ലാത്തവരെല്ലാവരും കൂടെ ഇവിടെ നന്നായി ജീവിക്കുമായിരുന്നു എന്നുള്ളത് പറഞ്ഞോളല്ലേ.
എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങളുടെ പറയുന്ന ഈ രണ്ട് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കരാറുണ്ടാക്കുന്നവരെ തമ്മിൽ ചേർക്കുന്നതിന് രാവിലെ തൊട്ട് എന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലിരുന്നാണ് ഞാനിത് സംസാരിക്കേണ്ടി വരുന്നത്. എനിക്ക് ജയശ്രീ ഇപ്പം നിങ്ങൾ ഇയാളുമായിട്ട് സംസാരിച്ചിരുന്നതിന് ശേഷം ഇവിടെ ജയശ്രീ ഞാനും തമ്മിൽ സംസാരിക്കുന്ന ജയശ്രീ നിങ്ങൾ സംസാരിക്കുകയും ചെയ്യുമല്ലോ. അവരെങ്ങനെ വരും? നിങ്ങൾ പറയുന്നത് പോലാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇയാളുടെ മനസ്സിലാക്കലാണ് അതിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടാക്കിയത്. രണ്ടുപേര് തമ്മിൽ ഇഷ്ടമായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അകന്നിരിക്കുമ്പോഴും ഉണ്ട് എന്ന് ഇയാൾ പറയുമ്പം നമ്മൾ വിരിയുമ്പോൾ മാത്രമേ ഉള്ളൂ വിഷമം. മറ്റേവര് ആവശ്യത്തിന് പോയി എന്നുള്ളതാണല്ലോ പറയുന്നത്. നമ്മൾ ആ സംവാദം തുടങ്ങി വെച്ചത് റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയത്ത് പോവാൻ അനുവാദമുണ്ടെങ്കിൽ പോലും പോകുന്നത് പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്ന ആൾക്ക് വിഷമം ഉണ്ടാവുന്നുള്ള ഉപമ വന്നപ്പോഴാണ് ഞാൻ അനുഭവിക്കാൻ പറ്റില്ല എന്ന് രണ്ടല്ല. ജീവിതത്തിനകത്ത് ഒന്നിച്ച് ജീവിക്കാത്തവരാണ് ഈ നാട്ടിലെ ഭാര്യ ഭർത്താക്കന്മാര്. സാഹചര്യങ്ങൾ കൊണ്ട് അപ്പൊ അത് സാഹചര്യമായി. അല്ല, സാഹചര്യം സാമ്പത്തികമായിട്ട് ഒരു അടിത്തറ ഉണ്ടാക്കാൻ, ട്രാൻസ്ഫറോ മെച്ചപ്പെട്ട ജോലിയിലേക്ക് പോവാന്നുള്ളത് അതൊന്നുമല്ല. അവനവന്റെ ജീവിതത്തിന് അവിടെ പോയി അടിച്ചു പൊളിച്ച് കള്ളും കുടിച്ച് ലോകത്തുള്ള സകല സ്ത്രീകളുമായി ബന്ധം ഉണ്ടാക്കുന്ന പുരുഷന്മാര് തന്നെയാണ് അവിടെ എല്ലാം ഉള്ളത്. അവിടെ ഈ പോകുന്നവനെ ദുബായി പോകുന്നവനെ വേണമെങ്കിൽ യൂറോപ്പിലും കൂടെ കറങ്ങിയിട്ടായിരിക്കും അവിടെ എത്തുന്നത്. ഇതൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന പുരുഷന്മാരുടെ ലോകം തന്നെയാണ്. അതുകൊണ്ട് ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ കത്തിനകത്ത് കാണും. സ്ത്രീകൾ എന്താണ് ഗൾഫിനകത്തെ ഗൾഫ് സിൻഡ്രം എന്നായിരുന്നു പറയുന്നത്. ഈ ഇവിടുത്തെ അവിടുന്ന് ഒരു പുരുഷൻ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പേടിച്ചിട്ട് ആശുപത്രിയിൽ പോയി നിൽക്കുന്ന സ്ത്രീകൾ. അതുമാത്രമല്ല, ഗൾഫിൽ പോയ ഭാര്യമാരെ എങ്ങനെയെങ്കിലും വശീകരിക്കാവെന്ന് ആലോചിച്ച് നടക്കുന്ന പുരുഷന്മാരും ഒക്കെ ഉള്ള നാട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഈ കഥയൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുള്ള കാര്യമൊക്കെ അങ്ങ് മറന്നുപോരുത്. ഇത് ഞാൻ ഈ പറഞ്ഞതല്ലേ, ഇയാളുടെ മൂല്യബോധമാണ് തൻ്റെ പ്രശ്നം. തൻ്റെ ചോദ്യത്തിനകത്തിരിക്കുന്ന മൂല്യബോധം എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ ഉത്തരവാദിത്തപ്പെട്ട് ജീവിക്കുന്നവർ അവരുടെ ഉത്തരവാദിത്തത്തോടെ അവർ ആ കാര്യങ്ങൾ എടുക്കുന്നതിനകത്ത് മാത്രം മാനസിക വിക്ഷോഭവും വികാര പ്രശ്നവും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ മറ്റേതൊക്കെ വളരെ സ്മൂത്തായിട്ടൂടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു തോന്നിപ്പോത്തില്ലേ? ഈ അങ്ങനല്ല, മൂല്യബോധങ്ങൾ കൂടിയല്ല ഈ പരിഗണനകളായിട്ട് മാറുന്നത്. എന്ത് അല്ലെ ഈ മൂല്യബോധങ്ങൾ ഉള്ളത് കൊണ്ട് കൂടി ഈ മൂല്യബോധം എന്ന് പറഞ്ഞാൽ പഴഞ്ചൻ കാളവണ്ടി മൂല്യബോധമാണ് എനിക്കുള്ളത്. ഈ നാട്ടിനകത്തെ ഏറ്റവും പ്രാകൃതമായ മൂല്യബോധമുള്ള മനുഷ്യന്റെ വരികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പരിഗണനകൾ കൂടി ഒരു പരിഗണനയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു പരിഗണനയില്ലാതെ ഭാര്യമാരെയും ഭർത്താക്കന്മാരും ഉപേക്ഷിച്ച് അന്യരാജ്യങ്ങളിൽ പോയി വരുമാനം ഉണ്ടാക്കിയിട്ട് ജീവിക്കാൻ മറന്നുപോയ മനുഷ്യരുടെ കൂട്ടത്തിന്റെ നടുവിലിരുന്നുകൊണ്ട് മാനസിക പ്രശ്നത്തിനെ പറ്റി സംസാരിക്കരുത്. മുഴുവൻ സമയത്തും മാനസിക പീഡനം അനുഭവിക്കുന്ന കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടാണോ ഈ ഡൈവേഴ്സ് കോടതി ഉണ്ടായത്? എന്നെ കണ്ടിട്ടാണോ ഇവിടുത്തെ ഡൈവേഴ്സ് കോടതി തുടങ്ങിയത്? ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ഇതിന് ഉത്തരം പറ. വളരെയധികം ഭീകരമായ ജീവിതം അനുഭവിക്കുന്ന കുടുംബ തകർച്ച ശരിയായ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ദ്രോഹം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പീഡിപ്പിക്കുന്നത് പിരിയുന്നതാണ് നല്ലതെന്ന് കണ്ടെത്തുന്നതിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ ബാധ്യത വന്ന്. നമ്മളങ്ങനല്ല. ഈ ഒരു കുടുംബ കോടതിയിൽ എനിക്ക് പോകണ്ട, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളവരാണ്. അത് ഉത്തരവാദിത്ത ബോധത്തോടെ സ്വയം ജീവിതത്തിനകത്ത് ഇത്രയാണ് സാധ്യമാണെന്നും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമെന്നുള്ള തിരിച്ചറിവുള്ള മനുഷ്യരായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന മാനസിക പ്രശ്നം എന്ന് പറയുന്നത് വളരെ മിതമായതാണ്. അല്ലാതെ എന്തെങ്കിലും ശാരീരികമായിട്ട് അടിച്ച, ഉപദ്രവിച്ച, വെട്ടിക്കൊന്ന ഒരു കേസ് ഈ നമ്മുടെ ഈ ജീവിതത്തിനകത്ത് ഇല്ല. ജയശ്രീയും ഞാനും തമ്മിലൊക്കെ വളരെ മെച്ചുവറായ മനുഷ്യബന്ധങ്ങളാണുള്ളത്. ഈ ഇപ്പോൾ ഇന്നും ഏത് സമയത്തും അവരുടെ വീട്ടിൽ പോയി താമസിക്കാനും അവരോടൊത്ത് നടക്കാനും ജീവിക്കാനും പറ്റുന്ന ആളുകളായിട്ട് തുടരുന്നവരും കൂടെ ഉണ്ട്. അത്രയും ഗുണപരമായ ഉയർച്ചയുള്ള ജീവിതമാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ മാനസിക വിഷമം വരുത്തും ജീവിക്കുവാണോ? നേരത്തെ മെജോറിറ്റി ആളുകളുടെ ഒപ്പം തന്നെ മെജോറിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഡിവോഴ്സ് സംഭവിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ സാറും ജയശ്രീമയും രണ്ടുപേരെന്നുള്ള രീതിയിലേക്കുള്ള ജീവിതത്തിൽ ഇപ്പോഴും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തീരുമാനം എടുക്കാനും ഇപ്പോഴും കണ്ടുമുട്ടാനും ഒരുമിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നു. ലിവിങ് ടുഗദറിൽ വരുന്ന എല്ലാ റിലേഷൻഷിപ്പിലും ഇത് സാധ്യമാണെന്ന്. അത് ലിവിങ് ടുഗദർ അല്ല, അത് ലിവിങ് ടുഗദർ ആയിരിക്കത്തില്ല. അത് ചെയ്യാൻ കഴിയാതെ പോയിരിക്കുന്നത് ഈ ശ്വാസം മുട്ടിക്കുന്ന ലോകത്ത് അവരെ തകർത്ത് കളയും. ഒരു പ്രണയിക്കുന്ന രണ്ടുപേരെ തകർക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ചുറ്റുപാടുള്ളത്. ഈ കുടുംബം മുഴുവനും സകല പോലീസും രണ്ടുപേരോ ഇരുന്നാല് അവർ പരസ്പരം ചെയ്യാൻ സമ്മതിക്കത്തേയില്ല. ഇവിടെ പ്രണയം, തെരഞ്ഞെടുക്കും, ലിവിങ് ടുഗദർ, ഇതൊരു കാര്യവും ചെയ്യാൻ അനുവദിച്ചിട്ടില്ലാത്ത സമൂഹമാണിത്. അവിടെ ഇത്രയും
ഈ മനുഷ്യരെ നേരിടാനുള്ള അറിവും കൂടെ നമുക്ക് നേടിയത് കൊണ്ടാണ് അവരുടെ അറ്റാക്കുകൾ അനുഭവിക്കാതിരുന്നത്. ലിവിങ് ടുഗദർ ആയിട്ടിരിക്കുന്നവർക്ക് ഒരു വീട് കൊടുക്കത്തില്ല, നിങ്ങൾക്കൊരു വീട് എടുക്കാനൊക്കത്തില്ല, ഒരു മുറി കിട്ടത്തില്ല, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉള്ള ഒരു ട്രാൻസാക്ഷൻ നടത്താൻ അവർ സമ്മതിക്കത്തില്ല. ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം കൂടെ ആണെന്ന് അറിയണം. അല്ലാതെ ലിവിങ് ടുഗദറുകാരെല്ലാവരും ഇങ്ങനെ അങ്ങ് ജീവിക്കുമോ എന്ന് ചോദിക്കാൻ, ജീവിക്കാൻ അസാധ്യമാക്കുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്. ആളുകൾ തമ്മിൽ പരസ്പരം പിരിയാൻ പറ്റുന്ന ഇടം വരുമ്പോൾ പിരിയുകയും അവർക്ക് തുടരണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടം കൊണ്ട് തുടരുകയും ചെയ്യും. ഇഷ്ടം കൊണ്ടാണ് തുടരുന്നത്.